എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യയുടെ 78ാമത് ഇൻഡിപെൻഡൻസ് ഡേ ആണ് ഇന്ന് ആഘോഷിക്കുന്നത്. കഴിഞ്ഞ വർഷവും നൽപ്പുവിൻ്റെയും സമന്വയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഒരു സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചിരുന്നു. അതിനുശേഷം ഒരു വർഷത്തോളം പൂർത്തിയാവുകയാണ്. ഈ കാലയളവിൽ ഇന്ത്യക്ക് ഒട്ടേറെ മാറ്റങ്ങളാണ് സംഭവിച്ചത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചെറിയൊരു യുദ്ധം തന്നെ സംജാതമായി. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിട്ട ആ ഓപ്പറേഷനിൽ ഇന്ത്യ വിജയം വരിക്കുകയും ഇന്ത്യയുടെ ശക്തി എന്താണെന്നുള്ളത് ലോകരാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. മറ്റു രാഷ്ട്രങ്ങൾക്ക് പോലും ഇല്ലാത്ത പല ആയുധങ്ങളും ഇന്ത്യ ആ യുദ്ധത്തിൽ പ്രയോഗിച്ചു. അമേരിക്ക പോലുള്ള വൻ ശക്തികൾക്ക് മാത്രം പ്രാപ്യമായിരുന്ന പല ബോംബുകളും ഇന്ത്യ പ്രയോഗിക്കുകയുണ്ടായി. ഒരു കാലത്ത് ഇന്ത്യ ആയുധങ്ങൾ മറ്റു രാജ്യങ്ങളിൽ നിന്നും വാങ്ങിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇനി ആ കാലത്തിന് മാറ്റം വരികയാണ്. ഇന്ത്യയിൽ നിന്നും ആയുധങ്ങൾ മറ്റു രാജ്യങ്ങൾ ഓർഡർ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ത്യയുടെ ശക്തി എന്താണെന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് മനസ്സിലാക്കി തന്ന ഒരു സംഭവം കൂടി ഈ അടുത്ത കാലത്തുണ്ടായി. അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യക്കെതിരെ 25% വ്യാപാര തീരുവ ചുമത്തി. അപ്പോഴും ഇന്ത്യ അതിനെതിരെ പ്രതികരിച്ചില്ല. മറ്റു രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് മുമ്പിൽ മുട്ടുമടക്കി അമേരിക്കയുടെ താൽപ്പര്യത്തിനൊത്തുള്ള വ്യാപാര കരാറുകളിൽ ഏർപ്പെട്ടപ്പോൾ ഇന്ത്യ തീർത്തും വ്യത്യസ്തമായ ഒരു നിലപാടാണ് എടുത്തത്. വീണ്ടും US പ്രസിഡന്റ് തീരുവ 50% ഉയർത്തി. അപ്പോഴും ഇന്ത്യ മുട്ടുമടക്കാൻ തയ്യാറായില്ല. ഇത് ഇന്ത്യയുടെ മാറി വരുന്ന ഒരു ശക്തിയാണ് തെളിയിക്കുന്നത്. അമേരിക്ക പോലുള്ള ഒരു വൻ ശക്തിയെ വെല്ലുവിളിക്കാനും അവരോട് മുട്ടിനിൽക്കാനുമുള്ള പവർ നമ്മൾ ഈ 78 വർഷം കൊണ്ട് ആർജിച്ചിരിക്കുന്നു എന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. എന്തായാലും ഇന്ത്യയുടെ ഉയർച്ച നമ്മുടെ കൺമുമ്പിലാണ്. നമുക്കത് കാണാനുള്ള ഭാഗ്യമുണ്ടായി എന്നുള്ളത് ഒരു വാസ്തവമാണ്. സാമ്പത്തിക രംഗത്ത് 4ാമത്തെ സാമ്പത്തിക ശക്തിയായി വളർന്നിരിക്കുന്നു. ഇനി ഏതാനും വർഷങ്ങൾക്കകം 3ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് വളരും എന്നാണ് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ ഒരു ഉയർച്ചയുടെ പാതയിലാണ് നമ്മുടെ രാജ്യം. അടുത്ത സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോഴും നമുക്ക് പറയാൻ ഒട്ടേറെ മഹത്തായ സംഭവങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.